ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ദിവസം ഇതുപോലെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. രാവിലെ എഴുന്നേറ്റ് വൈഫിനെയും അമ്മേനൊക്കെ ഡ്രോപ്പ് ചെയ്തു. എൻ്റെ വർക്ക് ഫ്രം ഹോമിലാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അതൊക്കെ തന്നെ. ഇപ്പം എന്താ പറയണ്ട നിങ്ങളോടല്ലോ, ഓരോ ദിവസം വ്ളോഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ല കഷ്ടപ്പാടാണ്. ഇതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് കുറേ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെ ഓരോ പരിപാടി ഉണ്ട് എന്നുള്ളത്. പിന്നെ ആ പറഞ്ഞ പോലെ തന്നെ ഇന്നും വർക്ക് ഫ്രം ഹോമാണ്. അതുകൊണ്ട് ഇന്നൊരു വൈകുന്നേരം 6 മണി വരുന്ന ടേബിളിൻ്റെ മുകളിൽ തന്നെയായിരിക്കും കുറേ പണി ചെയ്യാനുണ്ട്. പിന്നെ എഐക്ക് ഉള്ളതുകൊണ്ട് നമ്മുടെ സമയം കുറേ ലാഭമാകുന്നുണ്ട് കേട്ടോ. പിന്നെ വർക്ക് ചെയ്ത് ഭ്രാന്ത് പിടിക്കുന്ന സമയത്ത് ഇടയ്ക്കൊരു പരിപാടിയുണ്ട്, ഇതുപോലത്തെ ഒരു ബുക്കൊക്കെ എടുത്ത് വായിക്കാറ്. ഇത് ജോർദൻ പീറ്റേഴ്സിൻ്റെ ബിയോണ്ട് ഓർഡർ, കിടിലൻ ബുക്കാണ്. പറ്റുകയാണെങ്കിലൊക്കെ വായിച്ചു നോക്കും. ഞാനിത് ഇതുവരെ മൊത്തം വായിച്ച് തീർന്നിട്ടില്ല, കുറച്ചും കൂടി ഉണ്ട്. ഇപ്പം വർക്ക് ചെയ്യുന്ന സമയത്ത് ഒട്ടുമിക്ക സമയവും എഐക്കാണ് യൂസ് ചെയ്യാറ്. പക്ഷേ എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഇതൊക്കെ വന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അതങ്ങനെ ചെയ്യുന്നൊന്നും ഞാൻ പറയുന്നില്ല. കുറേ കാര്യങ്ങൾക്ക് നമ്മളുടെ ഒരു തോട്ടും നമ്മുടെ തലച്ചോറിനെ പ്രവർത്തിക്കണം. എല്ലാതിപ്പോൾ ഞാനൊക്കെ ബിൽഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിൻ്റെ അകത്തൊക്കെ എനിക്ക് തോന്നുന്നു, ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞാൽ അത് മൊത്തത്തിൽ അങ്ങ് ചെയ്തൊന്നും തരൂല. തലച്ചോറ് ഉപയോഗിക്കണം കുറച്ചല്ലോ. അതാണ് ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് ഈ തലച്ചോറൊക്കെ ഒന്ന് പ്രവർത്തിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു ഫോക്കസ് കൂട്ടാനൊക്കെ ഞാൻ യൂസ് ചെയ്തൊരു സാധനമുണ്ട്. നമ്മുടെ റുബിക്സ് ക്യൂബ് ഉണ്ടല്ലോ, അതായത് നമ്മൾ സാധാരണ 3x3 റുബിക്സ് ക്യൂബ് അല്ല. എൻ്റെ അടുത്ത് കുറച്ച് വെറൈറ്റി സാധനങ്ങളുണ്ട്. അതായത് ഒന്ന് നമ്മുടെ നമ്മുടെ പിരമിഡ് പോലെ ഒരു സാധനമാണ്. ഇത് സിമ്പിളാണ്. എനിക്ക് തോന്നുന്നു റുബിക്സ് ക്യൂബിൻ്റെ കാറ്റഗറിയിൽ ഏറ്റവും എളുപ്പമായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യൂബ് ഇതാണ്. പിന്നെ ഒന്നുള്ളത് മിറർ ക്യൂബാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് സാധനം. ഇതിനെ നമ്മൾ ഷേപ്പ് ഷിഫ്റ്റേഴ്സ് എന്നൊക്കെ പറയും. കാരണം ഇത് കണ്ട പല ഷേപ്പിലായിരിക്കും ഈ സാധനങ്ങൾ ഓരോ സൈഡിൽ വരിക. അപ്പോൾ ഇതൊക്കെ സോൾവ് ചെയ്യാൻ വർഷങ്ങളുടെ പ്രാക്ടീസ് കൊണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇതുകൂടാതെ 3x3, 4x4, 5x5, അതായത് നിങ്ങൾ സാധാരണ കാണുന്ന 3x3 റുബിക്സ് ക്യൂബ് ഉണ്ടല്ലോ, 3 കളറുള്ളത്, അതേപോലുള്ള 4 കളറിലുണ്ട്, 5 കളറിലുണ്ട്, 6 കളറിലുണ്ട്. ഇതിൻ്റെയൊക്കെ കളക്ഷൻ എൻ്റെ അടുത്തുണ്ട്. ഓരോന്ന് അവിടെ ഉണ്ട്. ഞാൻ പിന്നെ എങ്കിലും കാണിച്ചു തരാം. ഈ വർക്ക് ഫ്രം ഹോമിനൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ശരിക്കും ഭ്രാന്ത് പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ എന്നറിയോ, നമ്മളൊരു 2, 3, 4 മണിക്കൂറൊക്കെ സിസ്റ്റത്തിൻ്റെ മുമ്പിലിരുന്ന് ഇങ്ങനെ വർക്ക് ചെയ്യും. സത്യം പറഞ്ഞാൽ ചില സമയത്തൊക്കെ ഞാനൊരു വെള്ളം കുടിക്കാൻ പോലും പുറത്തിറങ്ങാറില്ല. കുറേ ആൾക്കാരൊക്കെ പറയുന്നത് കേൾക്കാം, നിനക്കൊക്കെ ഭയങ്കര സുഖമല്ലേ, എവിടെയും പോകണ്ടാലോ, വർക്ക് ഫ്രം ഹോമൊക്കെ അല്ലേ. അവന്മാരൊക്കെ കൈ കിട്ടിയിട്ടുണ്ടല്ലോ. പക്ഷെ ഇടയ്ക്ക് ഞാൻ ഓഫീസിൽ പോകാറുണ്ട് കേട്ടോ. വീട്ടിലിരുന്ന് ഭ്രാന്ത് പിടിക്കുന്ന സമയത്ത് ഞാൻ ഓഫീസിൽ പോകും. കാരണം ഓഫീസിൽ പോയി വർക്ക് ചെയ്യുമ്പോഴേ ഒരു സുഖം കിട്ടുള്ളൂ. കാരണം നമ്മുടെ കൊളീഗ്സ് ഉണ്ടാവും, അവരോട് സംസാരം, അല്ലെങ്കിൽ അവരോട് സംസാരിച്ചിരിക്കുക, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും സംസാരിക്കാനൊക്കെ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 11 മണിക്ക് ഒരു ചായ കുടി, പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ പോക്ക്, വൈകുന്നേരം 4:30-4 മണി ആ സമയത്ത് പിന്നെ ഒരു ചായ കുടി. അത് കഴിഞ്ഞ് പിന്നെ കോഴിക്കോട് നിന്ന് വടകര വരെ ട്രെയിനിലേക്ക് വരുന്ന ഒരു റഷ്, കുറേ മൊമെൻറ്റ്സ് കിട്ടും. അതാണ് ചിലപ്പോൾ നമ്മൾ പണ്ട് കണ്ടുപരിച്ചുള്ള കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും. അവരൊക്കെ ട്രെയിനിലും അങ്ങനെ പുറത്തൊക്കെ വെച്ച് കാണും, ടൗണിലൊക്കെ അങ്ങനെ പരിചയം പുതുക്കാം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. സോ വർക്ക് ഫ്രം ഹോം എന്നും പറഞ്ഞ് വീട്ടിലിരുന്ന് ബോറടിക്കുന്നതിന് നല്ലത് അതാണ്. പക്ഷേ വീട്ടിലിരുന്ന് സുഖം പിടിച്ച കുറേ ആൾക്കാരുണ്ട് വേറെ, അത് വേറെ കാര്യം. ഈ വീട്ടിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇങ്ങനെ കടന്നു പോകാൻ, ഇങ്ങനെ ചിലവാക്കാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. നമ്മൾ ചിലപ്പോൾ എവിടെയും പോകുന്നുണ്ടാവില്ല, വീട്ടിലും ആരും ഉണ്ടാവില്ല, ഫുള്ള് ബോറടിയാണ്. അതാണ്. ചില സമയത്ത് പാട്ടൊക്കെ കേട്ട് വർക്ക് ചെയ്യാൻ നല്ല സുഖമായിരിക്കും, ചില ദിവസങ്ങളിൽ നല്ല ബോറടി ആയിരിക്കും, ചിലപ്പോൾ നല്ല പ്രഷറായിട്ട് വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. സോ വർക്ക് ഫ്രം ഹോം അത്ര സുഖമുള്ള കാര്യങ്ങളല്ല. പിന്നെ വൈകുന്നേരം ആയാൽ പിന്നെ ഇവിടെ അടുത്ത് തന്നെ ഒരു തിയേറ്റർ ഉണ്ട്, VG സിനിമാസ്. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്, അടിശ്ശേരി. ഈ അടുത്ത് ഞാൻ പോയിട്ട് നമ്മുടെ ബത്ലഹേം കുടുംബ യൂണിറ്റിലുണ്ട്. നല്ലൊരു ഫീൽ ഗുഡ് പടം. ആ പടത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ അത്രയും ഹവേഴ്സ്, എന്താ പറയണ്ടേ, നല്ലൊരു ഫീൽ ഗുഡ് പടം. ഇങ്ങനെ ചിരിച്ചിരുന്ന് കാണാൻ പറ്റുന്നൊരു പടം. എന്നാൽ അതിനിടയ്ക്ക് ഇപ്പം ടോക്സിക് ഇറങ്ങിയിട്ടുണ്ട്, അത് ഞാൻ കണ്ടിട്ടില്ല.
അത് കാണാനുള്ളൊരു മാനസികാവസ്ഥ അങ്ങോട്ട് വരുന്നില്ല. കാരണം അതിൻ്റെ റിവ്യൂസൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് വളരെ പരിതാപകരമാണ്. അങ്ങനെ ഇപ്പം സമയം 4:30 അപ്പോൾ വൈഫ് വിളിച്ചിരുന്നു. അപ്പോൾ അവളെ പിക്ക് ചെയ്യാൻ പോകണം. അവൾ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വരുത്താണ്. അവളിവിടെ ടൗണിൽ തന്നെ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ടൈം ആകുമ്പോഴൊക്കെ അവിടെ എത്തിയില്ലെങ്കിൽ പിന്നെ അതിനൊരു ചോറയായിരിക്കും. അതാണ്. യെസ്, അങ്ങനെ വൈഫിനെ പിക്ക് ചെയ്തു തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സമയം 6:30. ഇന്നത്തെ വർക്കും കഴിഞ്ഞു. കുറച്ച് ഹെക്റ്റിക് ആയിരുന്നു, പക്ഷെ കുഴപ്പമില്ല. ഇതൊക്കെയാണല്ലോ ഒരു രസം. ഇനിയിപ്പോൾ ഞാൻ എന്ത് പണിയെടുക്കുന്നുണ്ട്? യെസ്, ഞാനൊരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നുണ്ട്. അതായത് IT ഫീൽഡിലാണ്. സോഫ്റ്റ്വെയർ പ്രൊഡക്ട്സ് ബിൽഡ് ചെയ്യലാണ് എൻ്റെ പണി. എന്ന് കരുതി കോഡിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഒരു പ്രൊഡക്റ്റ് ഓണർ, ഒരു ബിസിനസ് അനലിസ്റ്റ്, ആ ഒരു റോളിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു സിസ്റ്റത്തിന് വേണ്ടുന്ന റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ എടുക്കും. അത് ഞാനൊരു ടെക്നിക്കൽ വേയിലേക്ക് എങ്ങനെയാണത് ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാവും. അത് കൊടുത്ത് നമ്മൾ ഡെവലപ്പേഴ്സിനെ കൊണ്ട് ഡെവലപ്പ് ചെയ്യും. ഇതാണ് എൻ്റെ പണി. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ഇനി ബാക്കി നാളെ. ഇന്നിനിയിപ്പം നൈറ്റിന് എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതാണ്. ഫുഡ് കഴിക്കണം, പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് റീൽസൊക്കെ കാണണം, ഒരു സിനിമ കാണണം, കിടന്നുറങ്ങണം. ആൻഡ് നാളെ വീണ്ടും റിപ്പീറ്റ്. അപ്പോൾ ഇന്നത്തേക്കും അതാണ്. ബൈ.